പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ വിശുദ്ധ ജോവാക്യമിൻ്റെയും അന്നയുടെയും തിരുനാൾ ദിനം പരിശുദ്ധ പിതാവ് വൃദ്ധ മാതാപിതാക്കളുടെ വല്യപ്പന്മാരുടെയും വല്യമ്മമാരുടെയും ദിനമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്ക് പരിശുദ്ധ പിതാവിനോട് നന്ദി പറയാം. കാരണം ലോകം മുഴുവൻ നിങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഓർക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കരുതുന്ന ദിവസമാണിത്. പരിശുദ്ധ പിതാവ് എടുത്തു പറയുന്ന ഒരു കാര്യം, മുതിർന്ന മാതാപിതാക്കൾ തലമുറകൾ തമ്മിലുള്ള ബന്ധമാണ്, കണ്ണിയാണ്. മക്കളും കൊച്ചുമക്കളും ഒക്കെ തമ്മിലുള്ള ഒരു വലിയ ബന്ധത്തിൻ്റെ കണ്ണിയാണ് വൃദ്ധ മാതാപിതാക്കൾ, വല്യപ്പന്മാരും വല്യമ്മമാരും. പണ്ടൊക്കെ കൂടുതൽ മക്കളുണ്ടായിരുന്ന വീടുകളിലൊക്കെ വല്യപ്പൻ്റെ തോളത്തിരുന്ന് സന്തോഷമായി സമാധാനമായിട്ട് പോകുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് എത്ര വേണമെങ്കിലും കാണാമായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ കൂടുതൽ സുരക്ഷിതർ നിങ്ങളോടൊപ്പമായിരുന്നു. വല്യപ്പച്ചൻ്റെ കൂടെ കിടന്നുറങ്ങുക, വല്യമ്മയുടെ കൂടെ കിടന്നുറങ്ങുക, അത് വലിയ സന്തോഷമായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. കാരണം അവരുടെ പപ്പായും മമ്മിയും ഒക്കെ തിരക്കിലാണെങ്കിലും വല്യപ്പനും വല്യമ്മയ്ക്കും ഒത്തിരി സമയമുണ്ട് അവർക്ക് വേണ്ടി, അവരുടെ കൂടെ ആയിരിക്കും, അവരുടെ കയ്യെ പിടിച്ച് നടക്കാം. അതോടൊപ്പം ഒത്തിരി കഥകൾ പറഞ്ഞു കൊടുക്കും, ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കും, ഒത്തിരി സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. അങ്ങനെ വൃദ്ധരായ മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ സാന്നിധ്യമാണ്. നമ്മൾ ഈ കാലഘട്ടത്തിലും കണ്ടെത്തേണ്ട ഒരു പുണ്യമാണത്. ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും പ്രവാസികളായി പോകുന്ന നമ്മുടെ ചെറുപ്പക്കാരായ ദമ്പതികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു വലിയ നഷ്ടം കൂടിയാണ്. കാരണം അവരുടെ മാതാപിതാക്കളെ പിരിഞ്ഞിരിക്കുന്നു, കുഞ്ഞുങ്ങളെ അവർ തന്നെ വളർത്തണം, പലപ്പോഴും ഡേ കെയറിലൊക്കെ കൊണ്ട് പിള്ളേരെ വിടണം. നമ്മുടെ സാധാരണ ഗ്രാമീണ ഭവനങ്ങളിൽ ഡേ കെയർ എന്ന് പറയുന്നത് വല്യപ്പനും വല്യമ്മയും കൂടിയാണ് നടത്തുക. അപ്പോൾ ഒരു വലിയ നന്മ, മൂല്യം, കുടുംബ മൂല്യങ്ങളുടെ ഒരു വലിയ കൈമാറ്റം മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യം ഓരോ കുടുംബത്തിനും പ്രധാനപ്പെട്ടതാണ്. അവരാണ് നമ്മുടെ മക്കളെയൊക്കെ കുറച്ചുകൂടി ക്ഷമ ഉള്ളവരാകാനായിട്ട് പഠിപ്പിക്കുക. കാരണം അവർക്ക് മക്കളോട് സ്നേഹമുണ്ടെന്ന് മക്കൾക്കറിയാം. അപ്പോൾ പിന്നെ അവരുടെ സ്വഭാവത്തിൽ ഇച്ചിരി വ്യത്യാസം വന്നാലും അസ്വസ്ഥതകൾ വന്നാലും ഒക്കെ ക്ഷമിക്കാൻ പഠിക്കുന്നതൊക്കെ അവരിലൂടെയാണ്. വാർദ്ധക്യം ഏറ്റവും സന്തോഷകരമായി ദൈവം തന്ന ദാനങ്ങളെല്ലാം സ്വന്തമെന്ന് സ്വീകരിച്ച് ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. മക്കളെയൊക്കെ കൂടുതൽ സ്നേഹിച്ച്, കൊച്ചുമക്കളെ സ്നേഹിച്ച്, പരമാവധി സ്നേഹം എല്ലാവർക്കുമായിട്ട് കൊടുത്ത്, കഷ്ടപ്പാടുകളുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ ഇടപെടലുകളൊക്കെ കണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തരുന്ന നന്മകൾ അത് എത്രമാത്രമാണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. അത് നമ്മളെ ഓരോരുത്തരെയും സന്തോഷത്തിൽ നിലനിർത്തുകയും ചെയ്യും.